രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും സംസ്ഥാനം കടക്കാൻ ഒരുങ്ങുകയാണ്. നമുക്കിപ്പം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ആണ് ചേരുന്നത്. നമസ്കാരം. 5 വർഷത്തെ ഭരണം, അത് ഒരു സാധാരണഗതിയിൽ പറഞ്ഞാൽ അന്നദാതാവ് എന്നൊക്കെ കർഷകരെയും കൃഷി വകുപ്പിനെയും ഒക്കെയാണ് പറയുമെങ്കിലും സാധാരണക്കാരനെയും ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ആ അന്നം നൽകുന്നത്, വിലക്കയറ്റം ഉൾപ്പെടെ പിടിച്ചു നിർത്തി അവർക്കത് ലഭ്യമാക്കുന്നതൊക്കെ പൊതുവിതരണ ഭക്ഷ്യവകുപ്പാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ 5 വർഷത്തെ പ്രവർത്തനത്തെ മന്ത്രി എന്നുള്ള നിലയിൽ സ്വയം വിലയിരുത്തുന്നത്? തൃപ്തികരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. 5 വർഷം കേരളത്തിന് കൈവരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടമാണ് അതിദരിദ്രമില്ലാത്ത കേരളമായി നമ്മുടെ നാട് മാറിയത്. ഭക്ഷ്യധാന്യങ്ങൾ എത്താത്ത കുടുംബങ്ങൾ ഇന്ന് കേരളത്തിലില്ല. ഭക്ഷണം ലഭിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും അതോടൊപ്പം തന്നെ പലവിധ സാമൂഹ്യ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്കും ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. 6 ലക്ഷം കുടുംബങ്ങൾക്ക് പുതുതായി റേഷൻ കാർഡ് കൊടുത്തു. റേഷൻ കാർഡ് ലഭ്യമാകുക എന്നുള്ളതിന് ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. ആ കടമ്പകളെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കി ആധാർ അധിഷ്ഠിതമാക്കിക്കൊണ്ട് ഇന്ത്യൻ പൗരനെന്ന് തെളിയുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ വ്യക്തിക്കും കുടുംബത്തിനും പൊതുവിതരണ സംവിധാനത്തിൻ്റെ പരിധിയിലെത്താൻ അവസരമൊരുക്കുന്ന ഉത്തരവുകൾ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതിദരിദ്രരെ കണ്ടെത്തിയപ്പോൾ 7000-ൽ പരം കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് മുൻഗണനാ കാർഡ് കൊടുത്തുകൊണ്ട് അവർക്ക് വീടുണ്ടോ കുടുംബമുണ്ടോ എന്ന് നോക്കാതെ വ്യക്തിക്കും കുടുംബാംഗങ്ങൾക്കും ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെൻറ് ശ്രദ്ധാപൂർവം ഇടപെട്ടതാണ് കേരളത്തിൽ പട്ടിണി അകറ്റുവാൻ സാധിച്ചത്. വിശപ്പ് രഹിത കേരളമായി നമ്മുടെ നാട് മാറി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കി. ലോകത്തെമ്പാടുമുള്ള മലയാളിക്ക് കേരളം കൈവരിച്ച ഈ നേട്ടം ലോകത്തെ അപൂർവ പ്രദേശങ്ങളിലൊരു പ്രദേശമായി ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാജ്യത്ത് തന്നെ വലിയ തരത്തിലുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ട്. ലോകത്തെല്ലായിടത്തും വലിയ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതിനിടയിൽ ഒരു ഭക്ഷ്യ വിതരണ വകുപ്പ് എന്നുള്ള പറയുമ്പോൾ സ്വാഭാവികമായും വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ളതായിരിക്കും ആ ഒരു വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ പുറത്ത് വലിയ ഈ സ്വകാര്യ മാർക്കറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്, മാളുകളുണ്ട്, അങ്ങനെ വലിയ കോർപ്പറേറ്റുകളാണ് ഈ രംഗം കീഴടക്കി വെച്ചിരിക്കുന്നത്. അതിനിടയിൽ വിലക്കയറ്റം തടയുന്നത് അത് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളും അങ്ങനെ പൊതുവിപണിയിൽ ഇടപെടുന്നതും അങ്ങനെയാണ്. അങ്ങനെ എത്രമാത്രം വിജയിക്കാൻ കഴിഞ്ഞു എന്നാണ്? വിലക്കയറ്റം ലോകത്തെമ്പാടുമുള്ള ഒരു പ്രതിഭാസമാണ്. നമ്മുടെ രാജ്യത്ത് ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്ന ഉൽപ്പാദകരാണ്. ഗവൺമെൻറ്റുകൾക്ക് അതിനുള്ള അധികാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. അതുകൊണ്ട് വിലക്കയറ്റത്തിൻ്റെ നടുവിലേക്ക് ജനങ്ങളെ വലിച്ചെറിയാതിരിക്കാൻ ന്യായവിലയ്ക്ക് സാധനം ലഭ്യമാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി. ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുവിതരണ സംവിധാനം നമുക്ക് പൂർണ്ണമായി ശക്തിപ്പെടുത്താൻ സാധിക്കും. പൊതുവിതരണ സംവിധാനത്തിൽ 83 ലക്ഷം കുടുംബങ്ങൾ എല്ലാ മാസവും റേഷൻ ഷോപ്പുകളിൽ നിന്ന് സൗജന്യ നിരക്കിൽ സൗജന്യമായും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം, അരിയും ഗോതമ്പും വലിയ തോതിൽ വില കുറച്ചും സൗജന്യമായും ഇത്തരം സ്ഥാപനങ്ങളിലൂടെ ലഭ്യമാകുന്നത് മലയാളിയെ സംബന്ധിച്ചൊരു വലിയ ആശ്വാസമാണ്. 2, സാധാരണ ജനങ്ങളിൽ 48 മുതൽ 51 ലക്ഷം വരെ കുടുംബങ്ങൾ ഓരോ മാസവും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ മാസം നമുക്ക് 384 കോടി രൂപയുടെ വിൽപ്പന നമുക്ക് കാണാൻ കഴിഞ്ഞു. ഓരോ മാസം എടുത്തു നോക്കിയാലും ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 48-50 ലക്ഷം കുടുംബങ്ങൾ എല്ലാ മാസവും ആശ്രയിക്കുന്ന കേന്ദ്രമായി വലിയ തോതിൽ നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കാൻ കഴിയുന്നു എന്ന് കാണുമ്പോൾ അത് നമുക്ക് വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായി നീങ്ങുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കൺസ്യൂമർ ഫെഡ് അടക്കമുള്ള സഹകരണ സ്ഥാപനങ്ങൾ അതിലൂടെ ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്.
ഇങ്ങനെയുള്ള എല്ലാം ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുടെ ഫലപ്രദമായ ഇടപെടലുകൾ നമുക്ക് വില വർധനവിലേക്ക് ജനങ്ങൾ ഒഴുകാതെ ഒരു വലിയ പരിധി ജനങ്ങളെ ന്യായവിലയ്ക്ക് സാധനം ലഭ്യമാകുന്ന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾ, അതായത് 13 സബ്സിഡി ഉൽപ്പന്നങ്ങളാണ്, അത് സ്ഥിരം ഒറ്റ വിലയായിരിക്കുമെന്നുള്ള പ്രഖ്യാപനമായിരുന്നു പ്രകടന പത്രികയിൽ ഉൾപ്പെടെ LDF മുന്നോട്ട് വെച്ചത്. പക്ഷേ അവസാന ഘട്ടം എത്തിയപ്പോൾ അതിലൊരു മാറ്റം വരുത്തേണ്ട അവസ്ഥയിലേക്ക് വന്നു. പിന്നീട് അത് കുറച്ച് സാധനങ്ങൾക്ക് വില കുറച്ചു എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യം എങ്ങനെയായിരുന്നു? ജനങ്ങൾ ആ സമയത്താണ് വലിയ പ്രതിഷേധമൊക്കെ ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. 2016 തെരഞ്ഞെടുപ്പിൽ അതിന് തൊട്ട് മുന്നേ ഉള്ള പൊതുവിതരണ സംവിധാനം, സപ്ലൈകോ ഒക്കെ അതിൻ്റെ ശോചനീയമായിട്ടുള്ള അവസ്ഥ, അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷക്കാലം 13 ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. അത് 2016 വിലയ്ക്ക് 5 വർഷക്കാലം കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു. തുടർന്ന് 3 വർഷവും കൂടെ കൊടുത്തു, 8 വർഷക്കാലം കൊടുത്തു. രണ്ടാമത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് അത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നില്ല, എങ്കിലും അത് തുടർന്ന് വരുന്ന രീതിയാണ്. എന്നാൽ 8 വർഷം കഴിഞ്ഞപ്പോൾ സപ്ലൈകോയുടെ സാമ്പത്തിക അവസ്ഥ വലിയ തോതിലുള്ള സബ്സിഡി മാത്രമല്ല, ഈ വിലക്കുറവ് അതിൻ്റെ ഭരണപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്ന സ്ഥിതി. അപ്പോഴാണ് അതിൻ്റെ വിലയെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായത്. 30 മുതൽ 40% വില കുറച്ച് ലഭ്യമാകുന്ന തരത്തിലേക്കുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കിയത്. അതിനനുസരിച്ചുള്ള വില നിശ്ചയിക്കുകയും ആ വില തന്നെ മാർക്കറ്റിൽ കുറയുന്നതിനനുസരിച്ച് വില കുറയ്ക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 550 രൂപ വെളിച്ചെണ്ണയ്ക്ക് വിലയുണ്ടായിരുന്നു. സപ്ലൈകോ 360 രൂപയ്ക്ക് ആ സമയത്താണ് കൊടുക്കാൻ തീരുമാനിച്ചത്. 1 ലിറ്റർ 500 ഗ്രാം കൊടുത്തിരുന്ന സ്ഥാനത്ത് 2 ലിറ്റർ വെളിച്ചെണ്ണ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം മാർക്കറ്റിലേക്ക് ആളുകൾ പോകാതെ സപ്ലൈകോയിൽ നിന്ന് തന്നെ 360 രൂപയ്ക്ക് വാങ്ങാൻ കഴിയുന്ന അവസരം ഒരുക്കി, യഥേഷ്ടം വാങ്ങാൻ കഴിയുന്ന അവസരം ഒരുക്കി. അതുപോലെ മുളകിൻ്റെ 500 ഗ്രാം മുളക് കൊടുത്തിരുന്ന സ്ഥാനത്ത് 2 കിലോ മുളക് വരെ കൊടുക്കുന്ന അവസ്ഥ. ഇതുപോലെ ഉൽപ്പന്നങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ വർധനവ് വരുത്തിക്കൊണ്ട് ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങളാണ് വിലയിൽ വരുത്തിയത്. അപ്പോൾ ആ 550 രൂപ വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇന്നിപ്പോൾ 290 രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഘട്ടം ഘട്ടമായി വില കുറയ്ക്കുന്ന നിലപാടും ഇതിനോടൊപ്പം സ്വീകരിച്ചുകൊണ്ട് വില ഒരു ഘട്ടത്തിൽ സ്റ്റേബിളാക്കാൻ തീരുമാനിച്ചുവെങ്കിലും അതിനുശേഷം പല ഘട്ടങ്ങളിൽ പല ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന നിലപാട് തന്നെയാണ് സപ്ലൈകോ സ്വീകരിച്ചത്. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ തരത്തിലുള്ള സാമ്പത്തിക ഉപരോധമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധി. അത് സ്വാഭാവികമായും പൊതുവിതരണ മേഖലയും ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അരി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിഹിതങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. അത് മന്ത്രി ഉൾപ്പെടെ നിരന്തരമായി പറയുന്നതാണ്. ഒപ്പം തന്നെ സപ്ലൈകോ ആയിരുന്നു ഇതുവരെ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടപ്പിലായിക്കൊണ്ടിരുന്നത്. അതിലും വലിയ തരത്തിലുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനെയൊക്കെ എങ്ങനെയാണ് മറികടക്കാൻ കഴിഞ്ഞത്? സാമ്പത്തിക സ്ഥിതി വല്ലാതെ നമ്മളെ ക്ഷേമപ്രവർത്തനങ്ങളെയും ആണ് ആദ്യം ബാധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇത്രയധികം ക്ഷേമപ്രവർത്തനം നടക്കുന്ന ഒരു സ്റ്റേറ്റ് വേറെ ഉണ്ടാകില്ല. അപ്പോൾ അത് സപ്ലൈകോ ആണെങ്കിലും കൺസ്യൂമർ ഫെഡ് ആണെങ്കിലും വിവിധ സബ്സിഡി നൽകുന്ന സംവിധാനങ്ങളെ ആണെങ്കിലും നമ്മുടെ ആശുപത്രി സർവീസ് മേഖലയാണെങ്കിൽ അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സേവന മേഖലകളെയെല്ലാം സാമ്പത്തിക പ്രയാസങ്ങൾ നമ്മെ ബാധിക്കാറുണ്ട്. എങ്കിലും പരമാവധി ഇത്തരം മേഖലകളെ ഗുരുതരമായി ബാധിക്കാത്ത തരത്തിൽ പ്രയോറിറ്റിയിൽ വളരെ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരം സംവിധാനങ്ങൾ കുറവുകൾ മാറ്റി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അരി, നമ്മുടെ ഉൽപ്പാദനം വളരെ പരിമിതമാണ്. നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് അരി ഉൽപ്പാദനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം എടുത്തു നോക്കിയാൽ കേരളത്തിലെ നെല്ലുൽപ്പാദനം എടുത്താൽ 5.5-6 ലക്ഷം മെട്രിക് ടണ്ണാണ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്തു നോക്കിയാൽ തന്നെ ഏകദേശം 40 ലക്ഷമാണ്. കേന്ദ്ര ഗവൺമെൻറ് പൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്ര വെറും 14 ലക്ഷം മെട്രിക് ടൺ മാത്രമാണ്. 16 ലക്ഷം ഉണ്ടായിരുന്നതാണ് കേരളത്തിന് വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇന്നത് 14ആണ്. നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത് ഈ 14-16 വർദ്ധിപ്പിക്കണം. എന്നാൽ 10 വർഷത്തിനുള്ളിൽ 1 കിലോ അരി ഗോതമ്പിൻ്റെ വർധനവ് കേന്ദ്രം വരുത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് നെല്ലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ, ആ നെല്ല് മുഴുവൻ സംഭരിച്ച് അരിയാക്കി നമ്മൾ റേഷൻ കടയിലൂടെ വിതരണം ചെയ്യാൻ ഇതിനെല്ലാം കഴിയുന്ന സംവിധാനമാക്കി മാറ്റിയത് നെൽകർഷകന് ആകർഷകമായ സബ്സിഡി നൽകിയതുകൊണ്ടാണ്.
അത് കഴിഞ്ഞ 10 വർഷമായി ഗവൺമെൻറ്റിൻ്റെ ആ രീതിയിലുള്ള ഇടപെടൽ ഉൽപ്പാദന രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയും. 2 ലക്ഷം മെട്രിക് ടണ്ണായി താന്നുപോയ ഒരു ഘട്ടമുണ്ടായിരുന്നു കേരളത്തിൽ നെല്ലുൽപ്പാദനം. ആ നെല്ലുൽപ്പാദനം നമുക്ക് 6.5 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് വിവിധ മേഖലകളിൽ കർഷകന് നൽകുന്ന സബ്സിഡിയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും 1300 കോടി രൂപ കേന്ദ്രം നമുക്ക് നൽകാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രതിസന്ധികൾക്ക് ഇടയിലാണ് ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് സത്യം. ഇപ്പം മറ്റൊരു കാര്യം ഈ റേഷൻ കടകളാണ്. പഴയ റേഷൻ കടകൾ മാറി അതൊരു കെ സ്റ്റോറുകളായി മാറിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും വലിയ തരത്തിൽ ഏകദേശം 14,000-14,000 വരുന്ന റേഷൻ കടകളാണ് നവീകരിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ കൂടുതൽ ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ മാത്രം ഉള്ളൊരു കേന്ദ്രങ്ങളായി മാറുകയാണോ? അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ഒറ്റക്കടയിലേക്ക് പോയാൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങി വരാൻ കഴിയുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടോ? ഒന്ന്, റേഷൻ ഷോപ്പുകളുടെ ഒരു സങ്കല്പമുണ്ടല്ലോ, അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ ഇതെല്ലാം കൂടെ ഒരു ചെറിയ മുറിയിൽ, അതിൻ്റേതായിട്ടുള്ള പരിമിതി, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുസുമുറിയാണ്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാർ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അതെല്ലാം സഹിച്ച് വാങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടം മാറിയില്ലേ, അതിനനുസരിച്ച് നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും മാറ്റം വരണം, സ്മാർട്ടാകണം. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് കെ സ്റ്റോർ എന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. ആദ്യ എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിൽ ഇപ്പോൾ 2500 എന്നുള്ള ലക്ഷ്യം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 14,000 കടകളിൽ 2500 കടകൾ കെ സ്റ്റോറായി മാറി. റേഷൻ സാധനങ്ങൾ മാത്രമല്ല, മറ്റ് പൊതുമേഖലാ സംരംഭങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ ലഭ്യമാക്കണം. CSC സേവനങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ലഭിക്കുന്നത് പോലുള്ള സേവനങ്ങൾ അവിടെ ലഭ്യമാക്കണം. ബാങ്ക് ഇടപാടുകൾ 10,000 രൂപ വരെയുള്ള ATM ഫെസിലിറ്റി അവിടെ നമുക്ക് ലഭ്യമാക്കണം. ഗ്യാസ് സിലിണ്ടറിൻ്റെ ആണെങ്കിലും മറ്റ്, അപ്പോൾ ആ രീതിയിലേക്ക് ഒരു ആധുനികവൽക്കരണം, ഒരു വിപുലീകരണം നമ്മുടെ റേഷൻ ഷോപ്പുകളെ പഴയ അവസ്ഥയിൽ നിന്ന് മാറിയെടുക്കണമെന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യമാണ് കെ സ്റ്റോർ. ഈ കെ സ്റ്റോർ ഇങ്ങനെ കൂടുതൽ സ്മാർട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലും ഈ റേഷൻ വ്യാപാരികളുടെ ഒരു പരാതി, അവർക്ക് അതിനാവശ്യമുള്ള ഇങ്ങനെയൊരു മാറ്റം വരുത്താൻ ആവശ്യമായ സബ്സിഡികൾ ലഭ്യമല്ല. സബ്സിഡി ലഭിക്കുന്നുണ്ട്, പക്ഷേ അത് അവർക്ക് പര്യാപ്തമല്ല എന്നുള്ളൊരു പരാതിയാണ് അവർ ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് സമരത്തിലേക്കൊക്കെ അവർ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ന്യായമാണ്, ഞാനത് തള്ളിക്കളയുന്ന ആളല്ല. കാരണം ഇപ്പോൾ ഒരു ഷോപ്പ് പുതുതായി നിലവിലുള്ള ഒരു ഷോപ്പിൽ ഒരു റൂം കൂടെ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ പകുതി കൊടുക്കേണ്ട തുക എത്ര? വലിയ തുകയില്ലേ? പട്ടണങ്ങളിലാണെങ്കിൽ സാധ്യമല്ല. 5 ലക്ഷമൊക്കെ ആണ് ഓരോരുത്തർ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ പകുതി കൊടുത്തെല്ലാം എടുക്കാൻ റേഷൻ വ്യാപാരികൾ കഴിയില്ല. അപ്പോൾ അവർക്കൊരു നല്ല സപ്പോർട്ട് കൊടുക്കണം. ഞങ്ങളതിന് ഒരു പരിപാടി തയ്യാറാക്കിയതാണ്, റേഷൻ ഷോപ്പിൻ്റെ വിപുലീകരണം. ഒരു മുറിയുള്ളത് 2-3 മുറിയായി വർദ്ധിപ്പിക്കാൻ, അതിനനുസരിച്ചുള്ള ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഒരു ബാങ്ക് വായ്പയ്ക്ക് ഒരു സപ്പോർട്ട് ഗവൺമെൻറ് കൂടെ കൊടുത്താൽ കൂടുതൽ മെച്ചപ്പെട്ട അന്തരീക്ഷം നമുക്ക് റേഷൻ കടകളിലേക്ക് എത്താൻ കഴിയും. ആധുനിക രീതിയിൽ സ്മാർട്ടായിട്ടുള്ള റേഷൻ കടകളായി നമ്മുടെ കടകളെ മാറ്റാൻ കഴിയും. അത് ഭാവിയിൽ അടുത്ത ഗവൺമെൻറ് കാലത്ത് ചെയ്യേണ്ടുന്ന പ്രധാന പരിപാടിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ പ്രതിപക്ഷത്തിൽ നിന്ന് വലിയ വിമർശനം, കിറ്റ് നൽകിയാണ് ജനങ്ങൾ വോട്ടിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു നീക്കം സർക്കാർ നിരന്തരമായി നടത്തുന്നത്. പെൻഷനൊക്കെ പോലെ തന്നെ കിറ്റ് വിതരണവും സർക്കാരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഒരു നീക്കമാണ് എന്നുള്ള വിമർശനമായിരുന്നു ഉയർന്നത്. നമ്മൾ കാണേണ്ടുന്ന കോവിഡ്, ആ ദുരന്തം അനുഭവിക്കാത്ത ഒരാളും ഒരു കുടുംബവുമില്ല. എത്ര സമ്പന്ന കുടുംബത്തിന് പോലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം വാങ്ങാൻ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അന്തരീക്ഷമായിരുന്നു. അവിടെ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കടമയല്ലേ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് നിർവഹിച്ചത്. 13 തവണയായി 11 കോടി കിറ്റാണ് നമ്മൾ വിതരണം ചെയ്തത്. 13 തവണയായി. അത് 5,000-5,000-ലധികം കോടി രൂപ അതിനുവേണ്ടി ചിലവായി. പക്ഷേ ജനങ്ങളെ ചേർത്ത് നിർത്തേണ്ട ഒരു ഗവൺമെൻറ് അത് ചെയ്യണ്ടേ? ലോകത്തിനൊരു മാതൃകയായ പ്രവർത്തനമല്ലേ നടത്തിയത്. ദുരിതഘട്ടങ്ങളിലും ദുരന്തഘട്ടങ്ങളിലെയും ഒരു സിമ്പലാണ് കിറ്റ്. ഇപ്പം നമ്മൾ നാട്ടുപുറങ്ങളിൽ ഉത്സവ സമയത്ത് അല്ലെങ്കിൽ അതുപോലുള്ള സമയങ്ങളിൽ വളരെ പാവപ്പെട്ട ആളുകളെ ഏതൊരു സാമൂഹിക പ്രസ്ഥാനവും സഹായിക്കുന്നെങ്ങനെ? ഒരു കിറ്റ് നൽകുന്നതിലൂടെയാണ്. അത് റംസാനാകട്ടെ, ഓണത്തിനാകട്ടെ, മറ്റ് ഏതെങ്കിലും ഉത്സവ സമയങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ വീടുകളിലെ എന്തെങ്കിലും നല്ല ദിനങ്ങളുമായി ബന്ധപ്പെട്ടാകട്ടെ, അങ്ങനെ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിൻ്റേത്. അല്ലാതെ അതിനെയെല്ലാം
ദുഷ്ടചിന്തയോടുകൂടി കാണുന്ന രീതി ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. റേഷൻ മൊത്തക്കച്ചവടക്കാർ അവർ വലിയ സമരം കുറേ കാലം അതൊരു പ്രതിസന്ധിയായിരുന്നു ഭക്ഷ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞോ? സത്യത്തിൽ ഈ മൊത്ത വിതരണക്കാരാണല്ലോ കുറച്ചും കൂടി ഇതിന് പ്രധാനമായുള്ള ഘടകമെന്ന് പറയുന്നത്. റേഷൻ PDS എന്ന് പറഞ്ഞ സിസ്റ്റം നടപ്പാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ശ്രമകരമായ പ്രവർത്തനമാണ്. ചുമട്ട് തൊഴിലാളികൾ, ലോറി തൊഴിലാളികൾ, ഗോഡൌണുമായി ബന്ധപ്പെട്ട തൊഴിലാളികളും സ്ഥാപനങ്ങളും, മൊത്ത വിപണനക്കാർ, ഇങ്ങനെ തുടങ്ങിയ വിവിധ മേഖലകളെ സഹകരിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിതരണം സുഗമമായി നടത്താൻ പറ്റൂ. അവരുടേതായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ വന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കോവിഡിൻ്റെ ഒരു ഘട്ടമായതുകൊണ്ട് കൂലി വർധനവോ മറ്റ് ആനുകൂല്യ വർധനവോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതെല്ലാം നടപ്പാക്കേണ്ടി വന്ന ഒരു കാലം ഈ 5 വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഡിമാൻഡുകൾ, ഇത്തരം സംഘടനകൾ നമ്മുടെ മുന്നിലേക്ക് വന്ന ഒരു ഘട്ടം, അത് നമുക്ക് നടപ്പാക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചു വന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു സമയം. ഇതിനെല്ലാം ഇടയിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് വല്ലാതെ ഞെരിപിരി കൊള്ളുന്നൊരു ഘട്ടമായിരുന്നു കഴിഞ്ഞ 3-4 വർഷക്കാലം. എന്നാൽ ഓരോ വിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും സമയം കണ്ടെത്തി അതിന് പരിഹാരം കാണാനും കഴിഞ്ഞ അഭിമാനകരമായ ഒരു അവസരമാണ് ഈ ദിവസങ്ങൾ. ഒരു ജനങ്ങളുമായി നേരിട്ടിടപെടുന്ന ഒരു പ്രധാന വകുപ്പ് എന്നുള്ള നിലയിൽ ആവശ്യത്തിനുള്ള ഒരു സഹായം ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് മനഃപൂർവ്വമല്ല, അത് ധനവകുപ്പിന് നൽകാൻ കഴിയാത്ത സാമ്പത്തിക പ്രയാസത്തിലായിരുന്നു കേരളം എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാമല്ലോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങളെയും അതുപോലുള്ള സർവീസ് മേഖലകളെയും ഈ ധനപ്രതിസന്ധി നമ്മെ ബാധിച്ചു. എന്നാൽ ഗവൺമെൻറ് അതിൻ്റെ പ്രയോറിറ്റിയെ സംബന്ധിച്ച് ചർച്ചകളിലൂടെ ചില ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് സിവിൽ സപ്ലൈസ് വകുപ്പിനാണെങ്കിലും സപ്ലൈകോയ്ക്ക് ആണെങ്കിലും പ്രത്യേക പരിഗണന ധനവകുപ്പ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ഓണത്തിന് ശേഷം ഇത്തരം എല്ലാ പ്രതിസന്ധികളും നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പാണെങ്കിലും അത് അനുബന്ധ മേഖലകളിലാണെങ്കിലും ഒരു പ്രശ്നവും സാമ്പത്തിക വിഷയത്തിൻ്റെ പേരിൽ നമുക്കുണ്ടായിട്ടില്ല. ഒരു സർക്കാർ പ്രത്യേകിച്ച് LDF ഒരു തുടർഭരണത്തിലേക്ക് പോകാനുള്ള നീക്കത്തിലാണ്. അതിനുള്ള ഇടപെടലൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടി അവിടെ നിൽക്കുന്നുണ്ട്. ഇതിലെ ഒരു വിലയിരുത്തൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. എന്നാൽ മറ്റു പല വിഷയങ്ങളുടെയും പ്രചരണത്തിൽ ജനങ്ങൾ കുടുങ്ങിപ്പോകുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് ചെയ്ത പ്രവർത്തികളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലകളായി നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യക്ക് മാതൃകയാർന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ, ഗുണകരമായ പ്രവർത്തനങ്ങൾ നടന്ന കാലഘട്ടമാണ്. അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് CPIയുടെയും CPMൻ്റെയും ഒക്കെ വിലയിരുത്തൽ. അതിനപ്പുറം ഉള്ള ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായും സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ടുണ്ട്, മറ്റു വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. PM ശ്രീ കരാറുമായി ബന്ധപ്പെട്ടൊക്കെ CPI വലിയൊരു തിരുത്തൽ ശക്തിയായി ഒക്കെ LDFൽ ഇടപെടേണ്ടി വന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ കൂടിയുള്ളൊരു ആശങ്കയായി മാറിയിട്ടുണ്ടോ? അതിനെ പ്രചരിപ്പിച്ച് ന്യൂനപക്ഷ വിരുദ്ധമാക്കാനുള്ള ശ്രമമാണ് നടന്നത്. UDF ചെയ്യുന്നത് എന്താ? ഏത് നല്ല പ്രവർത്തനങ്ങളെയും ജനങ്ങൾക്കിടയിൽ വികൃതമായി ചിത്രീകരിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് അവർ ഇത്തരം വിഷയങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ അത് വസ്തുതകൾ തെളിഞ്ഞു വരുമ്പോൾ ജനങ്ങൾക്കത് ബോധ്യമാവും. ആരാണ് അതിൻ്റെ കക്ഷികളെന്നും ആർക്കാണ് അതിലെ പങ്കെന്നും ആ പങ്ക് വ്യക്തമായി പുറത്തു വരുമ്പോൾ അത് ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ ഗൃഹസമ്പർക്ക പരിപാടികൾ, സന്ദർശന പരിപാടികൾ, അത് CPMും CPIയും നടത്തിയിട്ടുണ്ട്, LDFും നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ജനങ്ങളെ ഒരു പരിധിവരെയെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സർക്കാരിന് എതിരായി വിധി എഴുതണമെന്ന് വാശി ജനങ്ങളുടെ മനസ്സിലില്ല എന്ന് ഞങ്ങൾക്ക് ഗൃഹ സന്ദർശനത്തിലൂടെ ബോധ്യപ്പെടാൻ കഴിഞ്ഞു. എന്നാൽ സർക്കാർ കറക്റ്റ് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ജനങ്ങൾ നമ്മോട് പറഞ്ഞ വിഷയങ്ങളാണ്. അതിലാണ് ശബരിമല വിഷയമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ. മൈനോറിറ്റിയെ സംബന്ധിച്ച് മൈനോറിറ്റിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാരാണ്? അനുഭവത്തിൽ അവർക്കറിയാമല്ലോ, ഇടതുപക്ഷമല്ലാതെ മറ്റാരാ? ഏത് വിഷയത്തിലാണ് മൈനോറിറ്റിയുടെ വിഷയത്തിൽ ഇടതുപക്ഷം വ്യത്യസ്ത നിലപാടെടുത്തിട്ടുള്ളത്? മൈനോറിറ്റിയോടൊപ്പം നിൽക്കുകയും
അവസാന ശ്വാസം വരെയും അവരെ സംരക്ഷിക്കാൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന നിലപാടല്ലേ എല്ലാ വിഷയത്തിലും എടുത്തിട്ടുള്ളത്. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർന്നപ്പോൾ ആദ്യം ഇന്ത്യയിൽ പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ഏതാ? ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ഇന്ത്യൻ ജനതയിൽ മൈനോറിറ്റിയെ സംരക്ഷിക്കണമെന്നുള്ള നിലപാടെടുത്തവരാണ്. ഓരോ ഏത് കാര്യം എടുത്താലും അവരുടെ സുഖദുഃഖങ്ങളിലെല്ലാം ഏറ്റവും കൂടെ നിൽക്കുന്ന ആളുകൾ ഞങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിനെ എങ്ങനെ അകറ്റാമെന്നുള്ള ആലോചന നടത്തി അതിൻ്റെ ഗവേഷണ വിജയം ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP-യുമായി നമുക്ക് ബന്ധമുണ്ട്. എങ്ങനെ BJP-യുമായി ബന്ധം? ഒരിക്കലും കഴിയാത്ത ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അതിനെ PMCയെയും കൂടെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം അവാസ്തവ പ്രചരണങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടായി വരുമ്പോൾ അതിനൊരു കാരണമായി ചില വിഷയങ്ങൾ മാറുന്നു, ചില ഇടപെടലുകൾ മാറുന്നു. ചില സാഹചര്യങ്ങളെ അതുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക എന്ന് പറയുമ്പോൾ ഒന്ന് PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും മാറ്റിവെച്ചു. അത് ഉപസമിതിയൊക്കെ രൂപീകരിച്ചത് കെട്ടടങ്ങിയെന്നായിരിക്കും. പക്ഷേ അപ്പോഴും ഈ ന്യൂനപക്ഷങ്ങൾ ആശങ്കപ്പെടുത്തുന്ന നിലയിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആളുകൾ അവരോട് കുറച്ചുകൂടി കൂട്ടി നടക്കുന്നു എന്നുള്ളൊരു പ്രശ്നങ്ങൾ അത് പുറമെ ചർച്ച ചെയ്യുന്നത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യമാണത്. അതെല്ലാം ബന്ധപ്പെട്ട ആളുകൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിര് കടന്നുള്ള അത്തരം സ്നേഹപ്രകടനങ്ങൾ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യില്ല എന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടുകൾ മാറ്റം വരുത്തി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഈ അടുത്ത നാളിൽ കാണാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. നെടുമങ്ങാട് വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി GRNൽ വരുമോ? പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷം നെടുമങ്ങാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് കാലഘട്ടത്തേക്കാൾ വലിയ വികസനത്തിൻ്റെ മുന്നേറ്റമാണ് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ജനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളോടൊപ്പം നിന്ന് 5 വർഷമാണ്. ആ പരിഗണന ജനങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുള്ള ഒരു ജില്ലയാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോർപ്പറേഷൻ പരാജയപ്പെടുന്നു. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ കൂടുതൽ ശക്തി കാണിക്കാൻ UDFന് കഴിഞ്ഞിട്ടുമുണ്ട്. അത് ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അങ്ങനെ ഒരു പൂർണ്ണമായി ഏകപക്ഷീയമായ ഒരു വിജയത്തിലേക്ക് കഴിഞ്ഞ തവണ 14-ൽ 13 സീറ്റും നേടിയത് LDF ആണ്. അങ്ങനെ ഒരു വിജയം നേടാനുള്ള സാഹചര്യം നിലവിലുണ്ടാവും. തിരുവനന്തപുരം നഗരസഭയിൽ BJP-യെ അധികാരത്തിലെത്തിച്ച് എങ്ങനെയെന്ന് സൂക്ഷ്മമായി പരിശോധിക്കും. BJP ജയിച്ച സീറ്റിൽ കോൺഗ്രസിൻ്റെ വോട്ടെത്ര? കോൺഗ്രസ് ജയിച്ച സീറ്റിൽ BJP-യുടെ വോട്ടെത്ര? ഒരു 25 വാർഡ് എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ പിന്നിൽ നടന്ന കളി എന്താണെന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും. മുഖ്യ എതിരാളി ഇടതുപക്ഷമാണ്. അതിന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ചിന്ത വന്ന ചില വാർഡുകളുണ്ട്. ആ വാർഡുകളിലാണ് പരാജയപ്പെട്ടത്. എന്നാൽ ഇടതുപക്ഷം എവിടെയാണ് 3-ാം സ്ഥാനത്തേക്ക് പോയത്? ഈ മത്സരിച്ച 101 വാർഡുകളിൽ 3-ാം സ്ഥാനത്തേക്ക് പോയ 1-2 വാർഡിലേ ഉള്ളൂ. ബാക്കി വാർഡുകളിൽ ഇടതുപക്ഷമാണല്ലോ ആരുമായിട്ടാണെങ്കിലും മുഖ്യ എതിരാളിയായി നിന്നത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് വോട്ട് ഓരോ കക്ഷിയും പിടിക്കാൻ തയ്യാറായാൽ ഇടതുപക്ഷം വീണ്ടും ജില്ലയിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസത്തോളം മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് മന്ത്രി GRN അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒപ്പം തന്നെ സർക്കാർ നടത്തിയ കാര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു അംഗത്തിന് തയ്യാറായി തന്നെയാണ് മിനിസ്റ്റർ നിൽക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും മീഡിയ വണ്ണോട് ഇത്രയും നേരം ചെലവഴിച്ചതിന് നന്ദി.